ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഈ ലോകത്തിന് വ്യക്തികൾക്കൊക്കെ ചെറിയ തകരാറേ ഉണ്ടാവൂ. പക്ഷെ നമ്മൾ മുഴുവൻ നോക്കുക തകരാറില്ല, നെഗറ്റീവാ നോക്കുക. നിങ്ങൾ 9 വിരലിന് രത്നത്തിൻ്റെയോ പവിഴത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ മോതിരിടുക, 9 വിരലിന് മോതിരിടുക. എന്നിട്ട് ഒരു വിരലിന് മാത്രം ബാൻഡേജ് ചുറ്റുക. എന്നിട്ടൊരു കല്യാണം വിട്ട് പോയോക്കട്ടെ, മോതിരൂട്ട വിരൽ ആരൊക്കെ നോക്കുമോ? ഇല്ല. എല്ലാവരും എന്താ പറ്റിയെന്ന് ചോദിക്കും. നെഗറ്റീവ് കാണല നമ്മുടെ പ്രാധാന്യം. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ട, ഒരു പയ്യൻ കൈക്ക് ബാൻഡേജ് ചുറ്റിയിട്ട് എന്തോ എല്ല് പൊട്ടിയിട്ട് കെട്ടിയതാണ്. മറ്റേ കയ്യിൽ ഇങ്ങനെ ഒരു പ്ലക്കാർഡ്, അതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നു, ഒന്ന് വീണതാണ്, ചെറിയ പൊട്ടുണ്ട്, കൂടുതലൊന്നുമില്ല. ഇതെല്ലാവരും ഇത് ചോദിച്ചിട്ട് മറുപടി പറയാൻ മടുത്തിട്ട് കയ്യിൽ എഴുതി കൈമ പിടിച്ചിരിക്കുക. എന്നാൽ പിന്നെ ഇത് വായിച്ചാൽ പിന്നെ വേറെ ഒന്നും ചോദിക്കൂലല്ലോ. നെഗറ്റീവുകളെയാണ് നമ്മൾ നോക്കുന്നത്, നെഗറ്റീവുകളെ. ഈ ലോകം മൊത്തം പോസിറ്റീവാ, പക്ഷെ നമ്മൾ നെഗറ്റീവിനെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഈ വാർഷികവും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സിംഫണി ആവണം. നെഗറ്റീവുകൾ മുഴുവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. പോസിറ്റീവ് എനർജി വേണം. അതിനെന്താ വേണ്ടത്? ഞാനൊരു ചെറിയ സൂത്രം പറഞ്ഞുതരാം. പോസിറ്റീവാക്കാൻ നിങ്ങളുടെ വീടുകൾ സോഫ്റ്റനാക്കിയാൽ മതി. ചപ്പാത്തി സോഫ്റ്റനാക്കാൻ പഞ്ചസാര കൂട്ടി കുഴച്ചാൽ ചപ്പാത്തി സോഫ്റ്റനാവും. മാവ് കുഴച്ചാൽ. ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ തേങ്ങാ വെള്ളം തലേ ദിവസത്തെ ഉടച്ച തേങ്ങയുടെ വെള്ളം എടുത്തു വെക്കുക. ഒരു ദിവസം കഴിഞ്ഞ തേങ്ങാ വെള്ളം ഇഡ്ഡലിയുടെ മാവിൽ ഒഴിച്ചാൽ ഇഡ്ഡലി സോഫ്റ്റനാകും. ഇങ്ങനെ ഭക്ഷണം സോഫ്റ്റനാക്കാൻ പലതും യൂട്യൂബ് തപ്പും. ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ ചെയ്യുന്ന? ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ SOFTEN എന്ന സ്പെല്ലിങ്ങിന് ഓരോ അക്ഷരത്തിന് ഓരോ വാക്ക് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ ഹൃദയം തുറന്ന് വർത്താനം പറ. നിങ്ങളുടെ ഹൃദയത്തിൽ തുറന്നു വെച്ചാൽ അവർ നിങ്ങളുടെ ഹൃദയത്തിൽ കയറി വന്ന് മാത്രമല്ല അവരുടെ ഹൃദയം തുറക്കും. ഈ ഹൃദയം തുറക്കൽ ഒരു പ്രചോദിത കമ്പനാണ്. ഞാൻ ഹൃദയം തുറക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കും.